വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. സിറോ മലബാർ സഭയിലെ സീനിയർ വൈദികനും പ്രമുഖ ഗ്രന്ഥകാരനും വാഗ്മിയുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുളാച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്രൈസ്തവ പ്രാർത്ഥനയുടെ പഴയ നിയമരൂപങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ചെയ്തത്. അതിൽ ഏലിയ പ്രവാചകൻ്റെ പ്രാർത്ഥനയിലാണ് നമ്മൾ നിർത്തിയത്. തുടർന്ന് ഈ കത്തോലിക്ക മതബോധന ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നത് സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ്. 150 സങ്കീർത്തനങ്ങൾ നമുക്കറിയാം പഴയ നിയമത്തിലെ ഒരു പുസ്തകമായിട്ടുണ്ട്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്നാലും പ്രേക്ഷകർക്കായിട്ട് എന്താണ് സങ്കീർത്തനങ്ങൾ, എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്നുള്ളതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. സങ്കീർത്തനങ്ങൾ വാസ്തവത്തിൽ ഇസ്രായേൽ ജനതയുടെ ദൈവാനുഭവത്തിൻ്റെ പ്രകരണങ്ങളാണ്. ഇസ്രായേൽ ജനത ഒരു ജനതയായിട്ട് മോശയുടെ കീഴിൽ രൂപം പ്രാപിച്ച അന്ന് മുതൽ അവരെ ചെങ്കടൽ കടന്ന് കാനാൻ ദേശത്തേക്ക് എത്തുന്ന ആ യാത്രകളിലൊക്കെ നടന്നു. അതാണല്ലോ പുറപ്പാടിൻ്റെ സംഭവം. 40 വർഷത്തെ 40 സംവത്സരക്കാലം എന്ന് പറയുന്ന ഒരു ദീർഘകാലം, ഒരു മരുഭൂമി യാത്ര. അതുപോലെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതിനിടയിൽ അവർക്ക് ദൈവത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. അവർ ചെങ്കടൽ കടന്നു, പിന്നെ അവർ ശത്രുക്കൾ പിടിക്കാൻ വന്നു, പിന്നെ ഇടയ്ക്ക് വെച്ച് അപ്പോൾ അതിൽ നിന്ന് അവരെ രക്ഷിച്ചു. പിന്നെ അവർ പട്ടിണി കിടക്കണ സമയങ്ങളുണ്ടായി, അപ്പോൾ അവരെ തീറ്റിപ്പോറ്റി ദാഹജലം കൊടുത്തു. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് തമ്പടിച്ച് വർഷങ്ങളെടുത്തുകൊണ്ടാണ് അവർ അവിടേക്കൊക്കെ എത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ അവർ ദൈവത്തിൻ്റെ പരിപാലന മേഘസ്തംഭം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ ദൈവികമായ അനുഭവങ്ങളിലൂടെ അവരിലെ വ്യക്തികളും അതുപോലെ ജനതയും ഗ്രൂപ്പായിട്ട് കൂട്ടമായിട്ടൊക്കെ അനുഭവിച്ച ആ യഹോവയോടുള്ള ആ ദൈവത്തിൻ്റെ പരിപാലനയിൽ നിന്ന് രൂപപ്പെട്ട ആ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് വാസ്തവത്തിൽ ഇതിൻ്റെ അടിസ്ഥാനം, ഏറ്റവും പ്രഥമമായ അടിസ്ഥാനം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ. അപ്പോൾ അങ്ങനെ രൂപപ്പെട്ട സാറ് പറഞ്ഞതുപോലെ 150 ഗാനങ്ങളാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഈ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ഒരു കീർത്തനം എന്നുള്ള വാക്ക് അതിലുണ്ട്. നല്ല കീർത്തനം, സങ്കീർത്തനം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ആ കീർത്തനങ്ങളായതുകൊണ്ട് ഒരു ഏതെങ്കിലും വാദ്യ ഉപകരണത്തിൻ്റെ അകമ്പടിയോടുകൂടെ പ്രാർത്ഥിക്കാവുന്ന, പാടാവുന്ന രീതിയിലുള്ള ഒരു ദൈവവചനമാണത്. അതുകൊണ്ടാണ് സംഗീതോപകരണങ്ങളുടെ സഹായത്തോട് കൂടെ ആലപിക്കാവുന്ന രീതിയിലാണ് ഈ 150 സങ്കീർത്തനങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി അത് അന്നത്തെ അനുഭവമാണ് അതിൻ്റെ അടിത്തറ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് പൂർണ്ണമായിട്ട് എഴുതപ്പെട്ടത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ്, തലമുറകൾ മാറിയിട്ടാണ്. അതായത് അവർക്ക് അന്നുണ്ടായ അനുഭവമാണ് സങ്കീർത്തനത്തിൻ്റെ അടിത്തറ. പക്ഷേ ദൈവത്തിൻ്റെ അനുഭവത്തിൻ്റെ പക്ഷേ അത് അവർ രൂപപ്പെടുന്നത്, ഈ ബൈബിൾ പണ്ഡിതർ പറയുന്നത് 2 വിപ്രവാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് പിന്നീട് ഇവിടെ കാനാൻ ദേശത്ത് വന്നതിന് ശേഷം. അപ്പോൾ വിപ്രവാസത്തിന് മുമ്പ് രൂപപ്പെട്ടതുണ്ട്, വിപ്രവാസ കാലങ്ങളിൽ രൂപപ്പെട്ടതുണ്ട്, വിപ്രവാസ കാലത്തിന് ശേഷം രൂപപ്പെട്ടതുണ്ട്. 3 ഘട്ടങ്ങളിലായിട്ടാണ് നേരത്തെ പറഞ്ഞ ഈ ദൈവിക അനുഭവത്തെ വാമൊഴിയായിട്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിലും റിട്ടേൺ ഫോമിലേക്ക് വന്നത് അങ്ങനെയാന്ന് പറയുന്നത്. വിപ്രവാസം എന്ന് പറയുമ്പോൾ അത് 1000 BC-ക്കും 800 BC-ക്കും ഇടയിലുള്ളൊരു കാലമാണ്. കാരണം ആദ്യത്തെ അസീറിയൻ വിപ്രവാസം ആ കാലഘട്ടത്തിൽ അവരെ അടിമകളാക്കി കൊണ്ടുപോകുന്നത് 722 BC-യിലാണ്. അത് സമറിയ ക്യാപിറ്റലായിരുന്ന നോർത്തേൺ കിങ്ഡം. അപ്പോൾ നോർത്തേൺ കിങ്ഡമാണ് ആദ്യകാലത്ത് അസീറിയൻ രാജാവിനാൽ പിടിക്കപ്പെട്ട് ആക്രമിക്കപ്പെട്ട് കീഴടക്കപ്പെട്ടിട്ട് അവരെ ഡിപ്പോർട്ടേഷനിലാവുന്നത്. അപ്പോൾ ആ ഒരു വിപ്രവാസ കാലഘട്ടത്തിലാണ് എന്ന് പറയുന്നത് 800-നും ശേഷമാണ്, 722 എന്നൊക്കെ പറയുമ്പോൾ BC. അതിനു മുമ്പാണ് ഈ വിപ്രവാസ കാലഘട്ടത്തിന് മുമ്പ് രൂപപ്പെട്ടതാണ് അതിലെ കുറേ സങ്കീർത്തനങ്ങൾ 1000-നും 800 BC-ക്ക് ഇടയ്ക്ക്. പിന്നീട് ചിലത്
ഈ പ്രവാസത്തിൻ്റെ ഇടയിലാണ് ഇത് രൂപപ്പെട്ടത്. അപ്പോൾ അതൊക്കെ രൂപപ്പെടുന്നത് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, പ്രവാസിയായിട്ട് അവിടെ ജീവിക്കുമ്പോൾ വേറൊരു നാട്ടിൽ അടിമത്തത്തിൽ കഴിയുമ്പോൾ അവിടെ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി അവർക്കുണ്ടായിരുന്ന പ്രത്യാശ, ആ പ്രത്യാശയുടെ ആധാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഞങ്ങളിങ്ങനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞപ്പോൾ യഹോവ ഇടപെട്ട് പല പീഡകളയച്ച് ഫറവോനെ ഹൃദയം കഠിനമാക്കി ഏറ്റവും അവസാനം ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ ആദിപുത്രന്മാരെ അടക്കം കൊന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി വർഷങ്ങളോളം മരുഭൂമിയിലൂടെ നയിച്ച് കാനാൻ ദേശത്തേക്ക് ഞങ്ങൾക്ക് ഒരു ദേശം തന്ന ആ ദൈവം യഹോവ ഞങ്ങളെ മറക്കുകയില്ല എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെയാണ് ഈ സങ്കീർത്തനങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഈ വിപ്രവാസ കാലത്തിൽ അസീറിയൻ കാലഘട്ടത്തിൽ ഒന്ന്, രണ്ട് ബാബിലോണിയൻ അടിമത്തത്തിൽ ഇവർ കഴിയുന്നുണ്ട്. അത് സദേൺ കിങ്ഡമാണ്, അതായത് തെക്ക് അന്നത്തെ ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗത്ത്. അത് ജെറൂസലത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ആ സ്ഥലം ഉണ്ടായിരുന്നത്. മറ്റേത് സമറിയ ഭാഗം, അത് അവിടെ സമറിയ ക്യാപിറ്റലായിട്ട് ഇസ്രായേലിൻ്റെ വടക്ക് കിങ്ഡം. അപ്പോൾ ഈ തെക്ക് ഭാഗത്തുണ്ടാകുന്നത് 586 BC വാസ്തവത്തിൽ ഈ ബാബിലോണിയൻ വിപ്രവാസം ഉണ്ടാകുന്നത്. അപ്പോൾ ആ രണ്ട് വിപ്രവാസത്തിൻ്റെ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിപ്രവാസത്തിന് ശേഷം അവർ തിരിച്ച് ഈ 500-നും 200 BC ഇടയിൽ, കർത്താവ് ജനിക്കുന്നതിന് ഒരു 500 വർഷം മുമ്പും അല്ലെങ്കിൽ 200 വർഷം മുമ്പും ഉള്ള ആ 300 വർഷ കാലഘട്ടത്തിലാണ് പിന്നീട് ഇത് രൂപം പ്രാപിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് ഇത് രൂപം പ്രാപിച്ചത്. പ്രവാസത്തിന് മുമ്പ് 2 തരം വിപ്രവാസത്തിനിടയിൽ, പിന്നെ ആ വിപ്രവാസം കഴിഞ്ഞിട്ട് ഉള്ള ഈ കാലഘട്ടങ്ങളിൽ. ഇത് ഉണ്ടായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ അനുഭവത്തിൽ വ്യക്തികളുടെ അനുഭവമുണ്ട്, സമൂഹത്തിൻ്റെ അനുഭവമുണ്ട്. ബൈബിൾ പണ്ഡിതർ പറയുന്നത് ഈ കാലഘട്ടത്തിൽ ചില വ്യക്തികൾക്കുണ്ടായ അനുഭവങ്ങൾ, ഈ പ്രത്യേകമായിട്ട് ദൈവത്തിൽ നിന്ന്, യഹോവയിൽ നിന്ന് ലഭിച്ച പരിപാലനയെക്കുറിച്ച്, നേട്ടങ്ങളെക്കുറിച്ച്, വിജയങ്ങളെക്കുറിച്ച് വ്യക്തികൾ പാടിയ അവരുടെ ഭക്തപരമായൊരു മനസ്സിൽ നിന്ന്, വ്യക്തികളുടെ ഭക്ത മനസ്സിൽ നിന്ന് വന്ന സങ്കീർത്തനങ്ങളുണ്ട്. അതുപോലെ ജനത ഒറ്റക്കെട്ടായിട്ട് അനുഭവിച്ച ചില അവസരങ്ങളിൽ അവരൊരുമിച്ച് യഹോവയെ സ്തുതിച്ച് രൂപപ്പെട്ടത് അതിലുണ്ട്. പിന്നെ ചില വ്യക്തികളുടെ പ്രാർത്ഥനാ അനുഭവം സമൂഹത്തിൻ്റെതായി മാറി അങ്ങനെ അത് ഒരുമിച്ച് ഒരു സങ്കലന രീതിയിൽ രൂപപ്പെട്ടതുണ്ട്. ഇങ്ങനെ 2-3 രീതിയിൽ രൂപപ്പെട്ടതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏതാണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ജനത വിപ്രവാസ കാലഘട്ടത്തിലും അതിന് തൊട്ടു മുമ്പും അതിനെ പുറകെയും ആയിരുന്ന ആ നീണ്ട 1000 BC മുതൽ 200 BC വരെയുള്ള ഈ കാലഘട്ടത്തിൽ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള യഹോവയുമായിട്ടുള്ള ബന്ധത്തെ അവരനുഭവിച്ച ദൈവത്തിൻ്റെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അനുഭവങ്ങളിൽ അവർ ആദിമ കാലഘട്ടത്തിൽ അനുഭവിച്ച ആ വിമോചനത്തിൻ്റെ കാര്യങ്ങൾ ഓർത്തെടുത്ത് അവർ രൂപപ്പെടുത്തിയെടുത്ത പ്രാർത്ഥനാ രീതികളെയാണ് നമ്മൾ പൊതുവെ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ഒക്കെ വാമൊഴിയായിട്ടും ചെറിയ രീതിയിൽ രൂപപ്പെട്ടെങ്കിലും ഇന്ന് കാണുന്ന രീതിയിൽ ഈ 150 സങ്കീർത്തനങ്ങൾ ഒരു പുസ്തകമായിട്ടൊക്കെ രൂപപ്പെട്ടത് കർത്താവിന് 2 നൂറ്റാണ്ട് മുമ്പാന്ന് പറയുന്നത്. BC 2-ാം നൂറ്റാണ്ടിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ അത് 150 സങ്കീർത്തനങ്ങളായിട്ട് ഒരു പുസ്തകമായിട്ട് എഡിറ്റഡ് ഫോമിലേക്ക് വരുന്നത് കർത്താവിനെ 200 കൊല്ലം. ഇത് ഈ പഴയ നിയമത്തിലെ സങ്കീർത്തനങ്ങളാണെങ്കിലും പുതിയ കാലഘട്ടത്തിലും അല്ലേ, ഇന്നത്തെ നമ്മുടെ സഭയുടെ ആരാധനാക്രമത്തിലും സങ്കീർത്തനത്തിന് വലിയ റോളുണ്ട്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശുവും കണ്ടുമാനം കോട്ട് ചെയ്തിരുന്നു സങ്കീർത്തനങ്ങൾ. അപ്പോൾ ചിലർ ചിന്തിക്കാറുണ്ട്, ഇത് പഴയ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു പാട്ടല്ലേ, അതൊക്കെ എന്തിനാ ഇപ്പോഴത്തെ കുർബാനയിൽ നമ്മൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണ്ടേ എന്നൊക്കെ ഒരു ചോദ്യങ്ങൾ വരാറുണ്ട്. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇപ്പോൾ നമ്മൾ ചില സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളടക്കത്തോട് മനസ്സിന് പൊരുത്തപ്പെടാൻ, കാരണം അതിൽ ഒരു പഴയ നിയമത്തിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളും മനുഷ്യനെക്കുറിച്ചുള്ള ചിത്രങ്ങളും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളൊക്കെയാണ്. കാരണം അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് യഹോവയെക്കുറിച്ചുള്ള ചിത്രം. ആ ചിത്രത്തിൽ ചിലപ്പോൾ ഒക്കെ വളരെ കോപിഷ്ഠനാകുന്ന, ശത്രുക്കൾക്ക് എതിരെ യുദ്ധം ചെയ്യുന്ന, രക്തം ചൊരിയുന്ന ഒക്കെയുള്ള അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ ചിത്രം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് യേശു മിശിഹ നമുക്ക് പരിചയപ്പെടുത്തിയ പിതാവായ ദൈവം സ്നേഹപിതാവ് എന്നുള്ള ഒരു ചിന്തയായിട്ട് പൊരുത്തപ്പെടാത്ത പോലെ
അതുപോലെ ശത്രുക്കൾക്കെതിരെ പ്രതികാരം ചെയ്യണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും അതിലുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും സാറിനോട് ഈ ആളുകൾ പറഞ്ഞ ആ ഒരു പ്രതികരണം നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സങ്കീർത്തനം എടുത്തു കളയാൻ പറ്റില്ലല്ലോ. ആ സങ്കീർത്തനം ഏതൊരു പശ്ചാത്തലത്തിലാണ് അവരങ്ങനെ എഴുതിയത്, ഏതൊരു ദുരനുഭവത്തിലാണ്, ശത്രുവിനാൽ പീഡിക്കപ്പെട്ട് കൊള്ളയടിക്കപ്പെട്ട് വളരെ വിഷമിച്ച ഒരവസരത്തിൽ ഒരു ഭക്താത്മാവ് ദൈവത്തിൽ ശരണം വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ ആ സങ്കടത്തിൽ നിന്ന് വരുന്ന ഒരു പ്രതിഷേധമായിട്ടും പ്രതികാര മനോഭാവമായിട്ടും ദൈവമേ നീ നോക്കണേ എന്ന് പറയുന്ന ഒരു രീതിയായിട്ട് വായിച്ചാൽ നമുക്കതിൽ അപകടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ശത്രുവിനെ ഒരു വ്യക്തിയായിട്ട് കാണണ്ട, ഒരു ചില മനോഭാവങ്ങളുടെ ശത്രുത. അതെ, ഒരു സമൂഹത്തെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് അനുഭവിച്ച ഒരു ദുരനുഭവത്തിൻ്റെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ഒരു സമൂഹമായിട്ട് അതിനെ കണ്ടാൽ മതിയാവും. അപ്പോൾ ഇതൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ ദാവീദിൻ്റെ പേരിലാണ് ഇതെല്ലാം പറയുന്നത് എങ്കിലും എല്ലാം ദാവീദാണ് ഇത് ഇങ്ങനെ കോഡിഫൈ ചെയ്ത് രൂപപ്പെടുത്തിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ദാവീദിൻ്റെ പേരിൽ പറയാൻ കാരണം അതിൽ നല്ലൊരു ചില ശതമാനങ്ങൾ അങ്ങനെയാണെന്ന് പറയുന്നു. കാരണം ദാവീദ് ജീവിച്ചിരുന്നത് 1010 970 ഇടയിലാണ് BC-യിൽ. അപ്പോൾ ദാവീദ് കുറച്ച് നാളേലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ശേഷം ഇത്രയും നാളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങളെ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ആ ബേസിസ് നല്ലൊരു ശതമാനം നിൽക്കുന്നത് പഴയ നിയമത്തിൽ തന്നെയാണ്. യഹൂദ ജനതയിൽ തന്നെയാണ് കർത്താവ് മനുഷ്യനായിട്ട് പറഞ്ഞത്. ആ കർത്താവ് യഹൂദ ജനതയുടെ സംസ്കാരവും ഒക്കെ പിൻപറ്റിയിരുന്നു. യഹൂദ ജനതയുടെ പ്രാർത്ഥനാ രീതികൾ കർത്താവിന് സുപരിചിതമായിരുന്നു. കർത്താവ് ആ രീതിയിലെ സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ സാറ് പറഞ്ഞതുപോലെ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് കർത്താവ് വളർന്ന വീടുകളിൽ യഹൂദ കുടുംബങ്ങളിലെല്ലാം നമ്മുടെ സങ്കീർത്തനങ്ങളിൽ 136-ാമത്തെ സങ്കീർത്തനമുണ്ട്. 136-ാമത്തെ സങ്കീർത്തനം വളരെ അർത്ഥവത്തായ ഒരു വിജയത്തിൻ്റെ സങ്കീർത്തനമാണ്, വിജയഗീതമാണ്. ആ വിജയഗീതം തീർച്ചയായിട്ടും എല്ലാ യഹൂദ കുടുംബങ്ങളിലും അവർ ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയോട് ബന്ധപ്പെടുത്തി പെസഹായുടെ ഓർമ്മ ആചരിക്കുമ്പോൾ അങ്ങനെയുള്ള സമയത്ത് പാടിയിട്ടുള്ളത്. ഇപ്പോൾ 136 കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണെന്നാണ് റിപ്പീറ്റ് ചെയ്ത് ഓരോ വരികളിലും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അവരുടെ വീടുകളിലെ കുടുംബ പ്രാർത്ഥനയുടെ ഒരു ഭാഗം. തീർച്ചയായിട്ടും നമ്മുടെ കർത്താവ് ഈശോ മിശിഹ യഹൂദ പാരമ്പര്യത്തിൽ ജനിച്ച ആളായതുകൊണ്ട് ഔസേപ്പും മാതാവും അന്നായും ഒക്കെ തുടങ്ങി ഇവരെല്ലാവരും തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനകൾ ചൊല്ലിയിരിക്കണം. അങ്ങനെ യേശുവും ഈ 136-ാം സങ്കീർത്തനമൊക്കെ മനഃപ്പാഠമായി ആൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായി. അതുപോലെ തന്നെ 113 മുതൽ 118 വരെ അവിടെയും പറയുന്നത് ഈ കാരുണ്യവാനായ ദൈവത്തെക്കുറിച്ചാണ്. 113 ഉന്നതനും കാരുണ്യവാനുമായ ദൈവം. പിന്നെ 114 ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ സഹായിച്ച ദൈവത്തെക്കുറിച്ചാണ്. കർത്താവ് മാത്രമാണ് ദൈവം എന്ന് ഏറ്റു പറയുന്നതാണ്. പിന്നെ കൃതജ്ഞതയാണ് 116. അതായത് 117 വരുമ്പോൾ കർത്താവിനെ സ്തുതിക്കുകയും ചെറിയ സങ്കീർത്തനാണ്. 118 വിജയം ലഭിച്ചതിന് നന്ദി. അപ്പോൾ 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ നമ്മൾ മുഴുവൻ കാണുന്നത് ഈ യഹോവയായ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ആ ഭാഗങ്ങളും 136-ാമത്തെ സങ്കീർത്തനമൊക്കെ യഹൂദരുടെ വീടുകളിലെ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. അത് തീർച്ചയായിട്ടും കർത്താവും പ്രാർത്ഥിച്ചിരുന്നു. 119 വക്കീൽമാർക്ക് നോക്കാവുന്ന ഒരു സങ്കീർത്തനമാണ്. നിയമത്തെ കുറിച്ച് മാത്രമേ പറയുന്നത്. അതെ അതെ അതെ, തുടക്കം മുതൽ അവസാനം വരെ കൽപ്പനയെ കുറിച്ചും ചട്ടങ്ങളെ അത് തോറായിൽ നിന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനകളായിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പെസഹ ഭക്ഷണത്തിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ കാണുന്നുണ്ട്. അത് പെസഹ ഭക്ഷണത്തിന് ശേഷം യേശുവും ശിഷ്യന്മാരും സ്തോത്രഗീതം ആലപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്തോത്രഗീതം എന്നൊക്കെ പറയുന്നത് ഈ ഇതിൽ നിന്നുള്ള ഗീതങ്ങൾ സങ്കീർത്തനങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരുടെ അപ്പസ്തോലന്മാരുടെയും യേശുവിൻ്റെയും ആ ഒരുമിച്ചുണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ സ്തോത്രഗീതം യേശു അവരെ ഒരുമിച്ച് അർപ്പിച്ചിരുന്നു, ഈ സങ്കീർത്തനങ്ങൾ പാടിയിരുന്നു എന്നതിനുള്ള തെളിവുകൾ നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ ഫരിസേയരുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 41 മുതൽ 45 വരെയുള്ള ആ ഭാഗങ്ങളിൽ നമ്മൾ ഈ ഫരിസേയർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ആരുടെ പുത്രനാണ്? ദാവീദിൻ്റെ എന്ന് അവർ പറഞ്ഞു. ദാവീദ് പരമ്പരയിലുള്ളതാണെന്ന് അവർക്കറിയാം.
അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദങ്ങൾക്ക് കീഴിലുമാക്കുവോളം നിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാകുക. അതൊരു സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ സങ്കീർത്തനം കർത്താവ് ഉദ്ധരിക്കുന്നതായിട്ട് നമ്മൾ, അത് 110-ാമത്തെ സങ്കീർത്തനത്തിലെ 11-ാമത്തെ വാക്യമാണ് കർത്താവ് ഇപ്പോൾ ഈ ഉദ്ധരിച്ചത്. അപ്പോൾ നമ്മൾ കാണുന്നത് കർത്താവ് തീർച്ചയായിട്ടും സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇനി മാത്രമല്ല, കുരിശിൽ കിടന്നുകൊണ്ട് ഉള്ള പ്രാർത്ഥനകളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാം. 7 വാക്യങ്ങൾ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിലെ ചില വാക്യങ്ങളെല്ലാം കർത്താവ് ഈ സങ്കീർത്തനങ്ങൾ പൂർത്തിയായി തന്നെക്കുറിച്ച്, അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്. ഉദാഹരണമായിട്ട് സങ്കീർത്തനം 22:1 ദൈവമേ എൻ്റെ ദൈവമേ എന്നെ എന്തുകൊണ്ട് നീ ഉപേക്ഷിച്ചു. ഇത് സങ്കീർത്തന പ്രാർത്ഥനയാണ്. അതാ 22 സങ്കീർത്തനം മൊത്തമായിട്ട് ചെല്ലിയെന്നാണ് ചിലർ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ കർത്താവ് കുരിശിൽ കിടന്ന് അത്രയും ചെല്ലി ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്കിപ്പോൾ അതിന് തെളിവില്ല. പക്ഷേ ആ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയാൻ കർത്താവ് ഉപയോഗിച്ചത് സങ്കീർത്തനങ്ങൾ തന്നെയാണ്. കാരണം അതിൻ്റെ അവസാന പോർഷനിൽ ദൈവത്തിൽ ശരണം വെക്കുന്നതാണല്ലോ. അതെ, അത് അതുപോലെ തന്നെ സങ്കീർത്തനം 31:5 നമ്മൾ കാണുന്നത്, പിതാവേ എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ പക്കൽ സമർപ്പിക്കുന്നു. അപ്പോൾ ആ കുരിശിൽ ഉള്ള സമർപ്പണത്തിൻ്റെ അവസാനത്തെ പ്രാർത്ഥനയും വാസ്തവത്തിൽ സങ്കീർത്തനമാണ്. അത് ഒരുപക്ഷെ നമ്മളധികം ചിന്തിക്കാത്തൊരു കാര്യമാണ്. നമ്മൾ ബൈബിൾ പഠിച്ചു ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ സങ്കീർത്തനങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. കർത്താവും അപ്പസ്തോലന്മാരും അവരുടെ ജീവിതത്തിൽ എന്നും സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പസ്തോലന്മാർ, ഇപ്പോൾ കർത്താവ് മരിച്ചു പോയിട്ട് ഇപ്പോൾ കുരിശിലുള്ള കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അപ്പസ്തോലന്മാർ ഇനി ജീവിക്കുമ്പോൾ കർത്താവിന് ശേഷം നമ്മൾ കാണുന്നുണ്ട്, അപ്പസ്തോലന്മാരുടെ പുസ്തകം, നടപടി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, പത്രോസും യോഹന്നാനും ജെറൂസലേം ദേവാലയത്തെങ്കിലേക്ക് പോയി സങ്കീർത്തന പ്രാർത്ഥന നടത്താൻ. അപ്പോൾ കർത്താവ് മരിച്ചിട്ട് അപ്പസ്തോലന്മാർ, ശിഷ്യന്മാർ ഈ സങ്കീർത്തന പ്രാർത്ഥന ജെറൂസലേം ദേവാലയത്തിൽ അർപ്പിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ സങ്കീർത്തന പരമ്പര യേശു ആഗ്രഹിച്ചിരുന്നു, യേശുവിൻ്റെ അപ്പസ്തോലന്മാർ ചെയ്തിരുന്നു. ആ കണ്ടിന്യൂഷൻ ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ സഭയുടെ ആരാധന. അതുകൊണ്ടാണ് അത് സഭയുടെ ആരാധന ക്രമത്തിലേക്ക് വരുന്നത്. അല്ലാണ്ട് പഴയ നിയമത്തിലെ ആയിട്ട് ഔട്ട്ഡേറ്റഡ് ആണ് അത് സങ്കീർത്തനങ്ങൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ആരാധനക്രമത്തിലേക്ക്, അതുകൊണ്ട് ചെറുപ്പകാലം, ആദ്യകാലം, സഭയുടെ ആദിമകാലം മുതൽ തന്നെ അവരൊരുമിച്ച് അപ്പം ഒക്കെ മുറിക്കുന്ന, വചനം പങ്കുവയ്ക്കുന്ന അവസരങ്ങളിൽ പ്രാർത്ഥനാ രൂപങ്ങളിൽ സങ്കീർത്തനങ്ങൾ കയറിക്കൂടി. കാനന നമസ്കാരത്തിൽ പിന്നീട് സന്യാസികൾ ആയ ആളുകൾ കൂടുതൽ 4-ാം നൂറ്റാണ്ട് ഒക്കെ ആയപ്പോഴേക്കും 5-6 നൂറ്റാണ്ടുകളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പം ഈ മതപീഡനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറേ ക്രിസ്ത്യാനികൾക്ക് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ വിശ്വാസികൾ വളരെ പോഷായിട്ട് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു സൈഡേ കൂടെ വേറെ വശത്തോടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ സന്യാസത്തിലേക്ക് ആളുകൾ പോകുന്നു, വിരക്തിയിലേക്ക്, ഹെർമിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഇവർ കൂട്ടപ്രാർത്ഥനകൾ, ചെറിയ സന്യാസി സമൂഹങ്ങൾ, അപ്പോൾ അവർ വീണ്ടും സങ്കീർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു, കാനോന പ്രാർത്ഥനകൾ. അതുകൊണ്ട് ഇന്നും നമ്മുടെ സെമിനാരികളിലെല്ലാം, അതുപോലെ സിസ്റ്റേഴ്സിൻ്റെ എല്ലാ ഫോർമേഷൻ കൗൺസിലും സിസ്റ്റേഴ്സായവരും അച്ഛന്മാരായവർക്കൊക്കെ കാനോന പ്രാർത്ഥനകളുണ്ട്. അതുപോലെ കാലത്ത് വിശുദ്ധ ബലിക്ക് മുമ്പ് ഇന്ന് നമ്മുടെ അൽമായരെ പല പള്ളികളിലും കാനോന പ്രാർത്ഥന ആരംഭിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ പാരമ്പര്യത്തിൽ ചില പള്ളികളിലെ ഉച്ച തിരിഞ്ഞിട്ട് സായാഹ്ന പ്രാർത്ഥന ഇപ്പോഴും അൽമായര് കൂടി വന്ന് ചെല്ലുന്ന ഒരു പാരമ്പര്യം കൂടിയും ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നു. അപ്പോൾ മതാത്മക ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രാർത്ഥനാ ശൈലിയാണ് സങ്കീർത്തനം. കാരണം സങ്കീർത്തനങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ അതിലുണ്ട്. ആരാധനയുണ്ട്, സ്തുതിയുണ്ട്, പുകഴ്ചയുണ്ട്, ദൈവത്തെ രാജാവായി കണ്ടു വാഴ്ത്തുന്നതുണ്ട്, വിലാപങ്ങളുണ്ട്, നമ്മുടെ ദുരിതങ്ങൾ, അന്ന് ഇസ്രായേൽ ജനത അനുഭവിച്ച ദുരിതങ്ങളെക്കുറിച്ച്, സങ്കടങ്ങളെക്കുറിച്ച്, നിരാശ പോലും സങ്കീർത്തനത്തിൻ്റെ രൂപത്തിൽ ശക്തമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില നേരത്ത് ഭക്താത്മാവ് കോപിഷ്ഠനായി പോകുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇന്ന്
നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ, സന്തോഷത്തിൻ്റെ, സന്താപത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, സഹനത്തിൻ്റെ, ഏത് തരം ജീവിതാവസ്ഥകളിലൂടെ നമ്മളിന്ന് കടന്നു പോയിക്കൊള്ളട്ടെ, ആ അവസ്ഥകളോടുകൂടെ നമ്മൾ ദൈവസാന്നിധ്യത്തിലേക്ക് എത്തിച്ചെല്ലുമ്പോൾ നമുക്ക് ആ അവസ്ഥകളെ ദൈവത്തെങ്കിലേക്ക് കൊടുക്കാൻ, ആ ആത്മാവിൻ്റെ ആ അവസ്ഥയെ ദൈവത്തെങ്കിലായിരിക്കാൻ സഹായിക്കാനായിട്ട് ഈ സങ്കീർത്തന രൂപങ്ങൾ വായിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ അതിലേക്ക് ചാലിക്കാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ നമ്മൾ ഇന്ന് ധാരാളം ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുർബാനയിൽ ആദ്യം തന്നെ സങ്കീർത്തനം ഉണ്ടല്ലോ, എല്ലാ പ്രാവശ്യവും സങ്കീർത്തനം പാട്ടായിട്ട് പാടുന്നു. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ അതിന് തതുല്യമായിട്ട് മാമക രാജാവാം ദൈവമേ നിൻ തിരു നാമം എന്ന് പണ്ട് പാടുന്ന പാട്ടുകൾ. അങ്ങനെ എത്രയോ സങ്കീർത്തനങ്ങളാണ് നമ്മുടെ കുർബാനയിൽ പല സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ കാണുന്നത് നമ്മുടെ ഭക്താത്മാവ്, ഒരു ആത്മാവ് പരമാത്മാവുമായിട്ടുള്ള കണ്ടുമുട്ടൽ നടക്കുന്ന ഒന്നാകുന്ന വേദിയാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥന നടക്കുന്ന സന്ദർഭത്തിൽ ആ ആത്മാവിൻ്റെ പരമാത്മാവിനോടുള്ള സല്ലാപത്തിന് ഏതെല്ലാം ഭാവങ്ങളുണ്ടോ ആ ഭാവങ്ങളെല്ലാം നമുക്ക് ലയിപ്പിച്ച് അതിനെ ആഘോഷിക്കാൻ, പ്രകടിപ്പിക്കാൻ വ്യക്തിയായിട്ടും സമൂഹമായിട്ടും ചെയ്യാൻ അവസരം നൽകുന്ന ഒരു പ്രാർത്ഥനാ രൂപമാണ് സങ്കീർത്തനങ്ങൾ. അപ്പോൾ അതിലെ ഭക്താത്മാക്കൾ മാത്രമല്ല, വലിയ തത്വജ്ഞാനികളായിട്ടുള്ള, ഇപ്പോൾ എമ്മാനുവൽ കാന്റ് എന്നൊക്കെ പറയുന്ന ഏതാണ്ട് സമകാലികനായ ആ ഒരു ഫിലോസഫർ പോലും പറയുകയാണ്, സങ്കീർത്തനം 23-ാം സങ്കീർത്തനമാണ് അദ്ദേഹത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അത്രയും നല്ല, അതായത് വേറെ ഒരു പുസ്തകത്തിൽ നിന്നും ലഭിക്കാത്ത ആശ്വാസം എനിക്ക് സങ്കീർത്തനം 23 ചൊല്ലുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയണേ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ഇന്ന് മനസ്സിലാക്കേണ്ടത്, സങ്കീർത്തനം ഒരു പഴയ കാലത്തെ കേസല്ല. അത് യേശു പ്രാർത്ഥിച്ചിരുന്നു, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചിരുന്നു. അത് നമ്മുടെ ഒരു ഭക്താത്മാവിനെ ദൈവത്തിൻ്റെയിലേക്ക് തിരിയാൻ സഹായിക്കുന്ന, ഏറ്റവും എല്ലാ വികാരങ്ങളോടും കൂടെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനാ രൂപമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വളർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സങ്കീർത്തനങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്കായിട്ട് വിശദീകരിച്ചതിന് അച്ഛന് നന്ദി പറയുന്നു. ദൈവവചനം മനുഷ്യൻ്റെ പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെട്ടതാണ് സങ്കീർത്തനങ്ങൾ. സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള വിശദീകരണം കേട്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.